മോഹൻലാൽ ഫാനാണ്, അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റി നീ വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പറച്ചിലായി പറയുന്നേ. അതിനകത്ത് ഒരുത്തൻ ഭയങ്കര വയലന്റ് ആണ്. ഇവൻ പുറകെ കൂടെ വന്ന് എനിക്കിട്ട് ഒറ്റ അടി, പെട്ടെന്ന് ഇവൻ വന്ന് ചാടി ഒറ്റയടി, ഞാൻ അവിടെ വീണു. ഇവിടുന്ന് കളമശ്ശേരി നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേ അവന്മാർ അവിടെയും വന്ന് പ്രശ്നം. ഇവന്മാർക്ക് ഏതെങ്കിലും ഗ്യാപ്പ് വെച്ച് തള്ളണോ എന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിന് നേരെ 5 അംഗ സംഘത്തിന്റെ മർദ്ദനം. എറണാകുളം ഇടപ്പള്ളിയിൽ ഇക്കഴിഞ്ഞ 16-ാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ മോഹൻലാൽ ഫാൻസാണ്, നീ മോഹൻലാലിനെതിരെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് 5 അംഗ സംഘം തന്നെ മർദ്ദിച്ചത് എന്നുള്ളതാണ് അജു പറയുന്നത്. താടിയലിനും കഴുത്തിനുമടക്കം പരിക്കേറ്റ അജു അലക്സ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെ കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 16-ാം തീയതി വൈകിട്ട് മിനിഞ്ഞാന്ന് ഞങ്ങള് എടപ്പള്ളി ടോൾ തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ 4-5 പേരുണ്ട്. അവന്മാരെല്ലാരും നല്ലപോലെ എന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എന്താന്ന് എനിക്കറിയത്തില്ല. എക്സെൻട്രിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു 1-2 പേര്. അതിനകത്ത് ഒരുത്തൻ ഭയങ്കര വയലന്റ് ആണ്. അപ്പൊ അയാൾ ഇങ്ങോട്ട് വന്നിട്ട് നീ മോഹൻലാലിനെതിരെ വീഡിയോ ഇടൂല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തട്ടിക്കേറി. അപ്പൊ ഞാൻ റോഡിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ വണ്ടി കയറി, ഞാൻ ബൈക്കിലാണ്, അപ്പൊ എന്റെ ഫ്രണ്ട് ബൈക്കിലാണ്. അപ്പൊ ഞാൻ ഈ ബൈക്കിലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴും പിടിച്ചു നിർത്തുന്നേ. എന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു തട്ടുമുട്ട് സീനൊക്കെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു, നടന്നിന്നാ പിന്നെ ഇത് ഒഴിവാക്കാമല്ലോ എന്ന് കരുതി നേരെ നല്ല അലമ്പ് ആൾക്കാര്, എന്തോ അടിച്ചു പോയ പോലത്തെ ടീംസ്. എന്നുവെച്ചാൽ ഭയങ്കര കിക്ക് ഇവന്മാർക്ക്, ഇങ്ങനെ എക്സെൻട്രിക് ബിഹേവിയർ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവര് എന്തോ പ്രശ്നക്കാരാണ്. അപ്പത്തേനും ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ആ ടോൾ തട്ടടിലോട്ട് കയറാന്ന് കരുതി അങ്ങോട്ട് നടക്കുകയും ഇവൻ പുറകെ കൂടെ വന്ന് എനിക്കിട്ട് ഒറ്റ അടി, കാലിക്കിട്ട് അടിക്കുന്നേ. അപ്പൊ അത് ഈ ഹെൽമെറ്റും ചേർത്ത് അടിച്ചപ്പോ എന്റെ ഈ പെടലിക്കും ഈ ഹെൽമെറ്റിനും ചേർത്ത് ഇവൻ അടിച്ചേ, പുറകെ നിന്ന് ഒറ്റ അടിയാ. പെട്ടെന്ന് ഇവൻ വന്ന് ചാടി ഒറ്റയടി, ഞാൻ അവിടെ വീണു. അത് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാം ഇവിടെ പിടിച്ചു മാറ്റി, ഇവന്റെ കൂടെ ഉള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് ഇവൻ ഓടിക്കിടന്ന് അഭ്യാസം കാണിക്കുന്നു, ഏതാണ്ട് ബാക്കിൽ നിന്ന് എടുക്കുന്നു, വെക്കുന്നു, കത്തിയെടുക്കുന്ന പോലെ കാണിക്കുന്നു. ഒന്നും കണ്ടില്ല, ഇവന്റെ കയ്യിൽ എന്തോ ഇരുന്നേച്ചതെന്ന് എനിക്കറിയത്തില്ല, ഇവൻ എന്തോ ചേർത്താ ഇടിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കഴുത്തിന്റെ ജാതകവും ഈ താടിയലിന് ചെറിയ പ്രശ്നം, അതായത് നമുക്കൊരു അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായുള്ള ഹെൽമെറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് പോലീസിനെ വിളിച്ചു. ഞാനപ്പോ 112 വിളിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ സ്പോട്ടിൽ ആളുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു, ലൈനിൽ പോലീസുകാരുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ലൈനിൽ പോലീസുകാരും ഇല്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന്. ഞാൻ നേരെ പോയി ഇവിടുന്ന് കളമശ്ശേരി നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേ അവന്മാർ അവിടെയും വന്ന് പ്രശ്നം. അവിടെ വന്ന് മെഡിക്കൽ കോളേജിനകത്ത് കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കര അലമ്പാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓക്കെ ഡോക്ടർ അവന്മാരുടെ ഇതെടുക്കാനായിട്ട് ഇരുത്തിയപ്പോൾ അവൻ പറഞ്ഞു അവനോട് ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇമാരെ മെഡിക്കൽ എടുക്കണം, ഇമാര് എന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്താണല്ലോ, അത് വെള്ളമാണോ അഞ്ചോ ആണോ MDMA ആണോ എന്ന് നമുക്കറിയത്തില്ല. അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇമാരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ഇമാര് അവിടെ നിന്ന് പോലീസ് വരുന്നതിന് ഇമാര് മുങ്ങി. അപ്പൊ ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റാ, അവന്മാര് മുങ്ങിയപ്പോ തന്നെ പോലീസ് വന്നപ്പോഴത്തേക്കിന് നോക്കിയപ്പോ ഇവര് പുറത്തു നിന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു വീഡിയോ എന്റെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ടുണ്ടാകും. അവിടെ പുറത്തു നിന്ന് ഭയങ്കര ഇവന്മാരെല്ലാം കൂടെ വട്ടം കൂടി ഈ മെഡിക്കൽ കോളേജിന്റെ വാതിൽ കയറുന്നു സിഗരറ്റ് വലിക്കും. അപ്പൊ ഉടനെ അത് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇമാരെ ഇവിടെ ഞാൻ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ആണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ചെന്ന് നോക്കിയപ്പോ അവന്മാരെ കാണുന്നില്ല, അപ്പൊ അവന്മാർ അബ്സ്കോണ്ടിങ് ആയി. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് മുങ്ങി ഇമാര്. എന്താണ് താങ്കളോടുള്ള വിരോധം? എന്ത് പറഞ്ഞിട്ട് ഇവരെ അടിക്കുന്നേ? ഇത് ഈ മോഹൻലാൽ ഫാനാണ്, അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റി നീ വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പറച്ചിലായി പറയുന്നേ. മറ്റ് മുൻപരിചയമോ മുൻവിരോധമോ ഒന്നുമില്ല? അതെനിക്കറിയത്തില്ല. നമുക്ക് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. പക്ഷെ ഇവന്മാര് ഞങ്ങള് ലുലുന്ന് ഇറങ്ങിയപ്പോഴേ ഇവര് കാറേ വന്നിട്ട് അവിടുന്ന് എന്തോ വണ്ടിക്കകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയതാ. പിന്നെ ഞങ്ങൾ അവിടെ കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഇത് അടിക്കാനുള്ള ഉദ്ദേശത്തിലോ എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലോ തന്നെ വന്നതാ. അത് അവന്മാര് നിന്നതും അങ്ങനെയാ. ഞാൻ ഇറങ്ങി അതായത് ഞാൻ ഇറങ്ങി വന്നപ്പോഴും ഇവരവിടെ വട്ടം കൂടിയാ നിൽക്കുന്നത് അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് ഒരുത്തും ചാടി വീഴുന്നു, മറ്റവരെ വിളിച്ചു വരുന്നു, ഇടോടോടോടോടോടോ. അങ്ങനെ ഇവര് ഞാൻ നോക്കുമ്പോൾ ഇവൻ അടിച്ചു കഴിയുമ്പോഴും ഒരുത്തൻ നേരെ കടയുടെ അവിടെ നിൽപ്പുണ്ട്, വേറത്തിന് അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇവനെ പിടിക്കാനായിട്ടെന്നുള്ള പോലെ 1-2 പേര് അവന്റെ കൂടെ നിന്നമാരുണ്ട്, അവനെ അങ്ങ് മാറ്റിക്കൊണ്ട് പോകുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാം കണ്ടപ്പോഴേ. പക്ഷെ ഒരു വെളിവില്ലെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു എക്സെൻട്രിക്. അവരാ ഇതിന്റെ വിഷ്വൽ എടുത്താലും മനസ്സിലാവും. അപ്പൊ ഈ മെഡിക്കൽ കോളേജിനകത്ത് കയറിയിട്ടും കച്ചറ ഉണ്ടാക്കുന്ന കിടന്ന്. താങ്കളുടെ കഴുത്തിനടക്കം പരിക്കേറ്റിട്ടുണ്ടല്ലേ? പരിക്കേറ്റിട്ടുണ്ട്. അതുമല്ല ഇവരുടെ വീഡിയോ വിഷ്വലൊക്കെ ഈ തോൾത്തട്ടുകടയുടെ CCTVയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ വീഡിയോയിലുണ്ട്. അവൻ അവിടെ ചെന്ന് ഈ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് അവൻ അഡ്രസ് അടക്കം കൊടുത്ത് കാണും. പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല, ശരിയായിരിക്കും.
അങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഇവരാരാന്നൊക്കെ. കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ആ വിഷ്വലൊക്കെ കിട്ടിക്കഴിഞ്ഞ് വണ്ടിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. KL38B 8107 എന്ന് പറഞ്ഞൊരു സ്വിഫ്റ്റ് കാറിലാണ് ഇവർ വന്നത്. ഇവന്മാര് എന്താണ് നല്ലപോലെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മാനസിക നില തെറ്റിയ പോലെ അതുപോലത്തെ ബിഹേവിയറാണ് ഇവരുടെ. ഭയങ്കര വയലന്റ് നേച്ചറാണ് ഇതിനകത്ത്. ആ ചെറുക്കനെ ഈ പറഞ്ഞവന് അവന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ തട്ടിക്കേറുക. ഇതുപോലത്തെ ഒത്തിരി എണ്ണം ഞാൻ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന. പക്ഷെ ഇങ്ങനെ കുറെ നടന്ന് പിടിക്കുമെന്ന് നമുക്ക് വിചാരിക്കുന്നില്ല. പക്ഷെ ഇവരിത് അക്രമം പെട്ടെന്ന് അയച്ചു വിടുന്നത്. ഇവന്മാർക്ക് ഏതെങ്കിലും ഗ്യാപ്പ് വെച്ച് തള്ളണോ എന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പോലീസിൽ ഇതുപോലെ കംപ്ലൈന്റ് കൊടുത്ത് FIR ഇന്നലെ വൈകിട്ടാണ് ഇട്ടത്. പിന്നെ ഇവർക്ക് ഈ വണ്ടി നമ്പർ വെച്ചിട്ടും CCTVയുടെ വിഷ്വലൊക്കെ എടുത്ത ആളെ കണ്ടെത്താമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്.